ഹലോ, വെൽക്കം ടു അവർ ചാനൽ HNV ഡയറീസ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അത്തത്തിന് പ്രത്യേക പരിപാടികളാട്ടോ. പ്രത്യേകിച്ച് ഫുഡും കാര്യങ്ങളൊന്നും നമ്മൾ ഒരുക്കുന്നില്ല, സദ്യയായിട്ടൊന്നും ഒരുക്കുന്നില്ല. എന്നത്തെയും ഞായറാഴ്ചത്തെ പോലെ തന്നെ ചിക്കനും കാര്യങ്ങളും ഒക്കെയായിരുന്നു. പക്ഷേ അതിൽ കൂടുതലുണ്ടായിരുന്നത് പൂക്കളം ഇടുന്നണം, അതുപോലെ തന്നെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രാവിലെ തന്നെ കുളിച്ച് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്, പൊട്ടൊക്കെ തൊട്ടാണ് ഇറങ്ങിയത് തന്നെ. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു കളറ്, നല്ലൊരു സൂര്യൻ്റെ വെളിച്ചവും ഒക്കെ ആയപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കിയില്ല, അപ്പോൾ കുറച്ച് നേരം അങ്ങനെ നോക്കിയിരുന്നു. സാധാരണ നേരെ പോയി അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുകയാണ്. പിന്നെ കുറച്ച് നേരമൊക്കെ പുറത്തൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ അടുക്കളയിൽ കയറിയത്. അപ്പോൾ ആദ്യം തന്നെ ഓട്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. കുറച്ച് ഓട്സും പാലൊക്കെ എടുത്ത് അത് നേരത്തെ ഉണ്ടാക്കി വെച്ചു. പിന്നെയുള്ള പരിപാടി ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, പ്രത്യേകിച്ച് സദ്യയും കാര്യങ്ങളൊന്നും നമ്മൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിക്കൻ തന്നെയാണ്. അപ്പോൾ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതങ്ങ് കഴുകി ക്ലീൻ ചെയ്ത് മസാല കൂട്ടി വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള പരിപാടി വെള്ളയപ്പം. അപ്പോൾ നിങ്ങൾ ഓർക്കും കഴിഞ്ഞ ആഴ്ചയും വെള്ളയപ്പം തന്നെയാണല്ലോ, എല്ലാ സൺഡേസും വെള്ളയപ്പം തന്നെയാണോ എന്ന് വിചാരിക്കും. അങ്ങനെയല്ല, നേരത്തെ എടുത്തു വെച്ച കുറച്ച് പൊടി ഉണ്ടല്ലോ, അപ്പോൾ അത് ഓപ്പണാക്കി വെച്ചല്ലോ. അപ്പോൾ അതൊന്ന് കഴിക്കാം എന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഇന്നും വെള്ളയപ്പാക്കി. പിന്നെ സ്പെഷ്യലും കൂടി ഉണ്ട് വെള്ളയപ്പത്തിൽ. ഞാനത് ക്യാരറ്റും കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു മഞ്ഞ കളറിലുള്ള വെള്ളയപ്പമാണ്. ഞാൻ ഓറഞ്ച് പിന്നെ അതുപോലെ ബീട്രൂട്ടൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ബീട്രൂട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനിത് ക്യാരറ്റ് വെച്ചിട്ടൊരു ഓറഞ്ച് കളറിലെ വെള്ളയപ്പാണ് ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂക്കളിടാൻ. അപ്പോഴേക്കും ഹരി വരും. ഹരി ക്ലാസ്സിന് പോയതായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെള്ളയപ്പത്തിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കുകയാണ്. തേങ്ങയും അതുപോലെ ക്യാരറ്റൊക്കെ അരച്ചിട്ടുണ്ട്. ഇനി വെള്ളയപ്പത്തിൻ്റെ പൊടിയിട്ടൊന്ന് കൂട്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു അരമണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അങ്ങനെ ഇനി പൂക്കളുണ്ടാ റെഡി ആവുകയാണ് കേട്ടോ. ഹരി വന്നിട്ടുണ്ട് കുറച്ച് പൂക്കളും കൊണ്ട്. ഇനി നമുക്ക് നമ്മുടെ മുറ്റത്തെ പൂക്കളും കൂടി എടുത്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടാളും കൂടിയാണ് കേട്ടോ പൂക്കളൊക്കെ ഇട്ടത്. പിന്നെ പോയി നേരെ ഓട്സ് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ട് കേട്ടോ. കാരണം ഒരു 9:15 ആയിട്ടുണ്ട് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ. നമ്മളിവിടെ തറയൊന്നും കെട്ടിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് പൂക്കളം ഇട്ടേ ഉള്ളൂ. ഇനി തറയൊക്കെ കെട്ടി പൂക്കളിടണം എന്ന് ആഗ്രഹമുണ്ട്. ഇനി അടുത്ത വർഷങ്ങളിലൊക്കെ നോക്കാം. പിന്നെയുള്ള പരിപാടി വെള്ളയപ്പം ഉണ്ടാക്കണം, അതുപോലെ തന്നെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കണം, പിന്നെ ഒരു തോരൻ ഉണ്ടാക്കണം, അതുപോലെ തന്നെ പിന്നെ ഒന്ന് ക്ലീനിങ്ങിൽ ചേച്ചി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ ഒരു ചായ ആക്കിയുള്ള കടി ഒരു 10:30 ആകുമ്പോഴേക്കും നമുക്ക് ആവണം. ഇപ്പോൾ തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. ഇനി 10:30-ക്കുള്ളിൽ തന്നെ ഇതെല്ലാം ആവണം. അപ്പോൾ ഇത് ആദ്യം തന്നെ വെള്ളയപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരെണ്ണം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരെണ്ണം ഉണ്ടാക്കുക എന്നുള്ള പരിപാടി എനിക്കില്ല. എല്ലാം ഒരുമിച്ച് പെട്ടെന്ന് തീർക്കണം എന്നുള്ള പരിപാടി, അങ്ങനെയുള്ളൊരു മൈൻഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ വെള്ളപ്പം ഒഴിച്ചിട്ടുണ്ടാകും, സെറ്റാക്കാൻ വെച്ചു. അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം അല്ലെങ്കിൽ പിന്നെ ഓരോന്ന് കഴിഞ്ഞ് വരുമ്പോഴേക്കും സമയം ഒരുപാട് ലേറ്റ് ആവും. ഇത് കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, എനിക്ക് അമ്മയ്ക്കൊന്ന് പുറത്ത് പോകാനുണ്ട്, ഷോപ്പിംഗ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഷോപ്പിംഗ് ഞാൻ അതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാവേ. അപ്പോൾ വെള്ളയപ്പത്തിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ കറി അതിൻ്റെ ഇപ്പുറത്ത് തന്നെ ഞാനത് ചിക്കൻ കറിക്കുള്ള പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ചമ്മന്തി എന്തോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി വയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ മറ്റേ ചേച്ചീൻ്റെ കൂടെ ക്ലീനിങ്ങിന് വന്ന ചേച്ചീൻ്റെ കൂടെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞും അത് ഓരോന്നും ചെയ്തു പറഞ്ഞു മാത്രമല്ല കേട്ടോ, അമ്മയെ ഓരോന്ന് പണിയെടുത്തുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അടുക്കളപ്പണി ഫുള്ള്
ഞാൻ തന്നെയാണ്. അപ്പോൾ അതേ അമ്മ അവിടെ ആ ചേച്ചീൻ്റെ കൂടെ പോയി ഞാനത് ചിക്കൻ കറിക്കുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. അപ്പുറത്ത് വെള്ളയപ്പം സെറ്റാവുന്നുണ്ട്. ഇനി ഇതേ ക്യാരറ്റിൻ്റെ കൊണ്ട് ഒരു ഉപ്പേരിയും കൂടി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് ഉപ്പേരിക്കുള്ളതും കൂടി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ഒരുമിച്ചാണ്, ഇത് ഓരോന്ന് കഴിഞ്ഞ് ഓരോന്നല്ല കേട്ടോ. അവിടെ വെള്ളയപ്പത്തിൻ്റെ മാവ് വെള്ളയപ്പത്തിന് ഒഴിച്ച് കഴിഞ്ഞ് അതൊന്ന് അടച്ച് വയ്ക്കുമ്പോൾ ചിക്കൻ കറി ഒന്ന് ഇളക്കും. അതൊന്ന് ഇളക്കി കഴിഞ്ഞ് നേരെ ഇവിടെ വന്നിട്ട് നമ്മൾ ഉപ്പേരിക്കുള്ള പരിപാടി കേട്ടോ. അപ്പോൾ എല്ലാം ഒരുമിച്ച് തന്നെയാണ്, അറ്റ് എ ടൈം 3 പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നിങ്ങളിങ്ങനെയാണ്, ഇങ്ങനെ ഒരുമിച്ച് തന്നെയാണ് എല്ലാ പണികളും ചെയ്യുന്നത്. ഞാനിങ്ങനെ അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഓരോന്നോരോന്ന് കഴിയുമ്പോൾ ഒരുപാട് സമയം എനിക്കങ്ങനെ കുറേ നേരം ഇങ്ങനെ പണിയെടുക്കുന്നത് വലിയ താല്പര്യമില്ലേ. പെട്ടെന്ന് തീർത്ത് ഒഴിവാക്കി മാറ്റി വെക്കുക എന്നുള്ള പരിപാടിയാണ്. അപ്പം അങ്ങനെ ചിക്കൻ കറിയും വെള്ളയപ്പവും നമ്മുടെ തോരനും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കുന്നത് കുറച്ച് നേരം ഇരുന്നിട്ട് വേണം എനിക്കൊന്ന് പുറത്ത് പോകാൻ, അല്ലെങ്കിൽ പിന്നെ നല്ല ലേറ്റ് ആവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ വെള്ളയപ്പം സെറ്റായിട്ടുണ്ട്. കണ്ടോ മഞ്ഞ കളറ് നമ്മളെ ക്യാരറ്റിൻ്റെ കളറാട്ടോ. കുഴപ്പമൊന്നും ഉണ്ടായില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായി പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു അരമണിക്കൂറേ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളയപ്പം. അപ്പോൾ അത് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം ഒരുവിധം സെറ്റാക്കി കഴിഞ്ഞു. ഇപ്പുറത്തെ ചിക്കൻ കറിയും കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യണം, നമ്മുടെ തോരൻ ഉണ്ടാക്കാൻ. ഇടയ്ക്കായിട്ട് ഉപ്പും മുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. ഞാൻ സാധാരണ അങ്ങനെ നോക്കാറില്ല, എങ്ങനെയേ പെട്ടെന്ന് ഇങ്ങനെ ചെയ്ത് പോകുന്നതുകൊണ്ട് ചിലപ്പോൾ മറന്നു പോകും നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും കറക്റ്റൊക്കെ ആയിട്ടുണ്ട്, ഉപ്പും മുളകൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നമ്മളെ ക്യാരറ്റ് അരിയാൻ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ചു, സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിത് തേങ്ങയും കൂടെ ഒന്ന് ചിരകി എടുക്കണം. സാധാരണ ഞാനത് ആദ്യം തന്നെ കടുക് ഇട്ടിട്ട് അതിലേക്ക് ക്യാരറ്റ് ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് മുളകിട്ട് ഉപ്പിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് തേങ്ങ. ഇതിപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചാണ്, ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ക്യാരറ്റും തേങ്ങ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് നേരെ കൊണ്ടുപോയി ചട്ടി ചൂടായപ്പം കടുക് ഇട്ടിട്ട് നേരെ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്തത്. എന്താണെന്നറിയില്ല, അങ്ങനെയൊക്കെ ചെയ്യാനാണ് തോന്നിയത്. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് തോരൻ ഉണ്ടാക്കാന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. ഞാനിങ്ങനെയൊക്കെയാണ് കേട്ടോ, പല സമയത്തും പല രീതിയിലാണ്. ഇതാണ് എൻ്റെ രീതി എന്നൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ തിരക്കാണ് ഇന്ന്. നമുക്ക് 10:50 ചേച്ചിക്ക് ചായയൊക്കെ കൊടുക്കണമല്ലോ, അപ്പോൾ അതിൻ്റെ തിരക്കുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ചിക്കൻ കറി മാറ്റി വെച്ചു. വെള്ളയപ്പം അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ തോരൻ എന്നൊക്കെ നിങ്ങൾ പറയില്ല, ഞാൻ ഉപ്പേരി എന്നിട്ട് അധികം പറയാറുള്ളത്. പക്ഷെ എന്താണെന്നറിയില്ല, ഇപ്പം എനിക്ക് തോരൻ എന്നൊക്കെയാണ് വരണേ. അങ്ങനെ ഉപ്പേരിൻ്റെ പരിപാടി സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള പരിപാടി നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞാനും അമ്മയും ആദ്യമായിട്ടാണ്, ഞങ്ങൾ ആദ്യമായിട്ടല്ല 2ാമത്തെ തവണ കേട്ടോ ഇങ്ങനെ ഒറ്റയ്ക്കല്ല 2 പേരായിട്ട് പോകുന്നത്. സാധാരണ ഹരിയും വരാറുണ്ട് ഞങ്ങളുടെ കൂടെ, ഞങ്ങൾ എപ്പോഴും ഒരുമിച്ചാണ്, 3 പേര് ഒരുമിച്ചായിട്ടോ പോവുക. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് തന്നെ ആ ചേച്ചിക്ക് ചായക്കൊക്കെ എടുത്ത് വെച്ച് ചേച്ചിക്കുള്ള വെള്ളയപ്പം ചിക്കൻ കറിയും ചായ അമ്മയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അമ്മ ഉണ്ടാക്കി. അപ്പോൾ അമ്മ ചായ ഉണ്ടാക്കി കറിയും ചിക്കൻ കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് ക്ലീൻ ചെയ്യണം, ഈ അടുക്കളയൊന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെക്കണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വരുമ്പോഴും ഇതേപോലെ ആവുമല്ലോ എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് അവിടെ ഒന്ന് തുടച്ചോട്ടോ. പിന്നെ ചേച്ചി ഇവിടെ വന്ന് തുടയ്ക്കും, ഞാൻ ജസ്റ്റ് അടിച്ചു വാരി ഞാൻ ഉണ്ടാക്കിയ ഇടം മാത്രമൊക്കെ ഒന്ന് തുടച്ച് ആ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിക്കൊടുത്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളൂ. ബാക്കി ചേച്ചി തുടയ്ക്കും കേട്ടോ. അതുകൊണ്ടാണ് അധികം തുടച്ച കാര്യങ്ങളൊന്നും കാണിക്കാത്തത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ എൻ്റെ ഫോണിൽ ചാർജും ഉണ്ടായില്ല, കുറേ സീൻസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ടേബിളും അതുപോലെ നമ്മളെ റാക്കും വീതിനപ്പുറം എന്നൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്, ഗ്യാസ് വെച്ച സ്ഥലമൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് സോപ്പൊക്കെ ഇട്ട് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക്, കാരണം ഫോണിൽ ചാർജ് ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ തുടച്ചൊക്കെ കഴിഞ്ഞ് ഞാനിത് കുറച്ച് പപ്പായ ഉണ്ടായിരുന്നു. ഈ ഞായറാഴ്ച ഇങ്ങനെ പപ്പായ ഫ്രൂട്ട്സൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അമ്മ അത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെടുത്ത് ഞാൻ കഴിച്ചു. കുറച്ച് നേരം ഇനിയിപ്പോൾ ഒന്ന് റെഡി ആവണം എന്ന് പറഞ്ഞിട്ട് ആ വേർപ്പൊക്കെ ഒന്നും മാറട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം മുടിയൊക്കെ തോർത്തി സിനിമയും കണ്ടിട്ടാണ് കേട്ടോ പപ്പായ കഴിച്ചുകൊണ്ടിരിക്കണത്. നമ്മുടെ സിനിമ മിന്നൽ മുരളി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് കുറച്ച് നേരം ഒന്ന് കാണണം തോന്നി. ലാസ്റ്റ് പോർഷൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഓണപ്പരിപാടിയാണ് ഫുള്ള് TV-യിലെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുള്ള് വേർത്തിരിക്കട്ടെ. അപ്പോൾ അത് സെറ്റായിട്ട് വേണം ഒന്ന് റെഡി ആയിട്ട് നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ഒരു സീൻ അടിപൊളിയല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് കാണാൻ വേണ്ടി ഇരുന്നതാട്ടോ ഞാൻ. പിന്നെ ഹരി വന്ന് ചായ കുടിച്ചപ്പോൾ ഞാനും ഒന്ന് ചായ കുടിക്കാൻ ഇരുന്നോട്ടോ. ചായ കുടിച്ചില്ല, ജസ്റ്റ് കഴിക്കുന്നതിന് അടുത്തുനിന്ന് ഞാനൊന്ന് കഴിച്ചു കേട്ടോ. ഇനി നമുക്ക് നേരെ പോയി റെഡി ആവണം. അപ്പോൾ ഷോപ്പിങ്ങിന് വീഡിയോ വേറെ ഇടാം കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്ന് ഒന്ന് ടയേർഡായിട്ട് ഇരിക്കുകയാണ്. പക്ഷെ എന്നാലും ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ റെഡി ആയിട്ട് ഇരിക്കുക കേട്ടോ. വേറെ ഒന്നിനുമല്ല, ഒന്ന് കരിക്ക് കുടിക്കാൻ. അമ്മയ്ക്ക് കരിക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളും കൂടെ ഒന്ന് പോയിട്ട് 3 കരിക്കും വാങ്ങിച്ചു. ഞങ്ങൾ 2 പേരായിരുന്നു കഴിച്ചു. അമ്മയ്ക്കുള്ള കൊണ്ടുവന്ന് തിരിച്ച് വന്നത്
ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കൻ കറിയും ഉപ്പേരിയും കാര്യങ്ങളൊക്കെ കൂട്ടി ഇത് ചോറ് കഴിച്ചു. ഇനി കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി, സമയമുണ്ടോ എന്ന് അറിയില്ല, എന്നാലും നോക്കാം.